ഉമറെ ഉടനെ തന്നെ അവന്റെ തല വെട്ടു. നീ വാളുയർത്തിയപ്പോൾ അയാൾ പേടിച്ചിട്ടുണ്ട്. അയാൾ പേടിക്കലല്ല നമുക്ക് വേണ്ടത്, നീ എനിക്ക് ഉപദേശം തരണം, അയാളെയും ഉപദേശിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ തങ്ങൾ ഈ പറയുന്നത്? സഭയിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ കുടുംബത്തെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ ഉപായത്തിന്റെ മാറുപിടിച്ച് വലിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ കള്ളന്മാരാണ് എന്ന് പറയുന്ന ഒരാളെ, അയാളെ കൊല്ലാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോ എനിക്കും നിന്റെ ഉപദേശം വേണം, അയാൾക്കും വേണം ഉപദേശം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഇയാളോട് 80 ദീനാർ കടം വാങ്ങിയിരുന്നു. ആ 80 ദീനാർ കടം വാങ്ങിയ ദീനാർ റീപേയ്മെന്റ് ചെയ്യാൻ, അത് മടക്കി കൊടുക്കാൻ ഇനി 2 ദിവസവും കൂടിയുണ്ട്. ശരിയാണ്, അവധി ആയിട്ടില്ല, ഇനി 2 ഡേയ്സും കൂടി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിനക്ക് എന്നെ ഉപദേശിക്കാമായിരുന്നു, നബിയെ, കടം വീട്ടാൻ നിശ്ചയിച്ച ഡേറ്റ് ആകുന്നത് വരെ കാത്തിരിക്കണോ? ആ കടം ഡേറ്റ് ആകുന്നതിന്റെ മുമ്പ് തന്നെ വീട്ടുകയല്ലേ നല്ലത് എന്ന് നിനക്ക് എന്നെ ഉപദേശിക്കാമായിരുന്നു. ഉമറെ, അതുപോലെ ആ മനുഷ്യനെ നിനക്ക് ഉപദേശിക്കാമായിരുന്നു. ജനങ്ങളുടെ ഒരു നേതാവിനെ സഭയിലിട്ട് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആ കടം വീട്ടാൻ പറഞ്ഞ ദിവസം വരെ ഒന്ന് കാത്തിരുന്നുകൂടെ? ആ സമയമായിട്ടും വീട്ടുന്നില്ല എങ്കിൽ അപ്പൊ പോരെ ഈ മൂന്നാംകിട പരിപാടികൾ എന്നൊന്ന് ചോദിച്ച് അയാളെയും ഉപദേശിക്കാമായിരുന്നു. നീ ചെയ്തത് നിന്റെ വാളെടുത്ത് ഉയർത്തി അയാളെ കൊല്ലാൻ സമ്മതം ചോദിക്കുകയാണ്. നീ വാള് പൊക്കിയപ്പോൾ പാവം പേടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉമർ, നീ ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ട് 80 ദീനാർ ഈ മനുഷ്യന് ഞാൻ കൊടുക്കാനുള്ള കടത്തിന്റെ റീപേയ്മെന്റ് എന്നുള്ള നിനക്ക് കൊടുക്കണം. ഒരു 20 ദീനാർ എന്റെ വകയായി. അത് നീ വാളെടുത്ത് പൊന്തിച്ചപ്പോൾ, ഉയർത്തി കാണിച്ചപ്പോൾ അയാൾ ഭയപ്പെട്ടത് കാരണമായിട്ട് അയാളെ സമാധാനിപ്പിക്കാൻ ഒരു എക്സ്ട്രാ 20 ദീനാറും കൂടി കൊടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെയും കൊണ്ടുപോയി. ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് സഭയിലിട്ട് ഞങ്ങളുടെ നേതാവിനെ നിങ്ങൾ ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം? അയാൾ പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പല അടയാളങ്ങളും അന്ത്യപ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ പലതും എനിക്ക് മനസ്സിലായെങ്കിലും ഇതുവരെ മനസ്സിലാകാത്ത ഒരടയാളം ഉണ്ടായിരുന്നു. ഉമർ